ചിലരെ ബാധിക്കുന്നത് തല്ലിപ്പൊളി പിശാചാണ്. ചെല്ലുന്നിടത്തെല്ലാം അവൻ തല്ലി പൊളിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് വലിച്ചെറിയുക, വസ്ത്രങ്ങളെല്ലാം വലിച്ച് പുറത്തിടുക. ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ തല്ലി പൊളിക്കുക. ടി വിയൊക്കെ അടിച്ചു പൊളിക്കുന്നതിന് ഒരു ലെവലും ഇല്ല. അതുപോലെ തന്നെ ഫോണൊക്കെ വലിച്ചെറിയുക, അടിച്ച് പൊട്ടിക്കും. ഇങ്ങനെയുള്ള ഒരു പൈശാചിക ബന്ധനം. എന്നാൽ അത് കഴിഞ്ഞ് അവർ ദുഃഖിക്കുകയും ചെയ്യും. ഞാൻ ഓർമ്മിക്കുക, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓടൊക്കെ തല്ലി പൊളിച്ചിട്ടിരിക്കുക. അപ്പോൾ ചെഴുത്തി പറയും, എൻ്റെ അച്ചോ, ഒരു വല്ലാത്ത പിശാചാണ് ഭർത്താവിനെ ബാധിച്ചിരുന്നത്. വെള്ളം അടിച്ചു വന്നാൽ പുറത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഓഴും കൊണ്ടുവന്ന് അടിച്ച് പൊളിച്ച് താഴെ ഇടും. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോഴാണ് ചോദിക്കണം, ഇത് എന്നാ പറ്റിയിടി? കൊടുങ്കാറ്റുണ്ടായതാ, ഇന്നലെ വൈകുന്നേരത്തെ കള്ള് കൊടുങ്കാറ്റ്. അങ്ങനെ കൊടുങ്കാറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവൻ തന്നെ വേലയെടുത്ത് ഊടൊക്കെ മേടിച്ച് വെച്ച് ക്ഷമയും ചോദിച്ച് ഒരു 3-4 ആഴ്ചത്തേക്ക് അങ്ങനെ അങ്ങോട്ട് പോകും. വീണ്ടും വെള്ളം അടിച്ച് കഴിയുമ്പോൾ ഓടൊക്കെ തല്ലിപ്പൊളിക്കും. ഇങ്ങനെയൊക്കെയുള്ള പിശാചുക്കളുണ്ട്. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. ഈ തിന്മകളിൽ നിന്ന് മോചനം നൽകണമേ. തല്ലിപ്പൊളിക്കുന്ന പിശാചിൽ നിന്ന് ഇവനെ രക്ഷിക്കണമേ. സാധനങ്ങൾ നശിപ്പിച്ച് കളയുക, തല്ലിപ്പൊളിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക. ഇങ്ങനെയുള്ള പിശാചിൽ നിന്ന് കർത്താവേ ഇവരെ മോചിപ്പിക്കണമേ. ഇതൊരു പൈശാചിക ബന്ധനമാണ്. കർത്താവേ, ഈ ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ, ജീവിതത്തിൽ നവീകരണം വരുത്തുവാൻ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ, നന്മ ചെയ്യുവാൻ, മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ സന്തോഷവും സമാധാനവും നൽകുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അവരെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ സഹായിക്കാം. 9447465414.